ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 ഏത്തയ്ക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഒരു സൈഡ് ഡിഷാണ്. അതിനായി ഈ ഏത്തയ്ക്ക ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ശകലം നാളികേരം ചിരവിയത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. കായ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് വെള്ളത്തിൽ കറകളയാനായിട്ടിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതേപോലെ ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മൾ അടുപ്പിൽ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കുടംപുളിയുടെ അല്ലി വെള്ളത്തിലിട്ടത് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇതാണ്, ഇത് കുതിരാനായി വെച്ചതാണ്. 2 അല്ലിയുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കുടംപുളിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും, കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് കളറിനായിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്തത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച അരപ്പാണ്. ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തുറന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മീൻ പീര വയ്ക്കുന്ന അതേപോലെയുള്ള മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ശകലം വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയാണ് ഒന്ന് ഇളക്കി നല്ല അടിപൊളിയായിട്ട് സൂപ്പർ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ കൂട്ടാനായിട്ട്, കഞ്ഞിക്കൊക്കെ കൂട്ടാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്.